മണക്കാട് സ്കൂളിലെ ഇംഗ്ലീഷ് സ്കിറ്റ് വേദി ഉണർന്നത് അത് പാലക്കാട് നിന്നൊരു ടീമാണ്. അവർ എന്താ പറയുക, കുറേ കള്ളന്മാരെ നന്നാക്കിക്കൊണ്ട് ഉണർത്തിയിരിക്കുകയാണ്. എങ്ങനെ ഇത്രയും പേരെ നന്നാക്കി ഒറ്റയ്ക്ക്? ഇങ്ങനെയാണോ യഥാർത്ഥ സ്വഭാവം? എൻ്റെ യഥാർത്ഥ സ്വഭാവം ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആണ് ആണ് ശരി, അപ്പോൾ 4-5 കള്ളന്മാരെ നന്നാക്കിയില്ലേ? പരിശീലനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ടൊക്കെ ഞങ്ങൾ അവിടെ നിന്നും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജീവിതത്തിൽ എങ്ങനെയാ പണിയെടുക്കാനൊക്കെ ഇഷ്ടമാണോ? പണിയെടുത്തുകൊണ്ടാണ് സംസ്ഥാന കലോത്സവത്തിൽ എത്തിയതല്ലേ? അതെ. ഒടുവിൽ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ എങ്ങനെയുണ്ട് പാലക്കാട്ടുകാർക്ക്? അധ്യാപകർക്ക് എന്താ പറയാനുള്ളത്? കുട്ടികൾ സംസ്ഥാന കലോത്സവത്തിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ തന്നെ സർപ്രൈസ് ആയി. കാരണം അവരുടെ ഒരു പെർഫോമൻസ് തന്നെയാണ് ഇതിലേക്ക് എത്താൻ. ഒരു കോമഡി ആയിട്ട് വന്ന് അവർ എന്തായാലും ഒരുപോലെ നന്നായി ചെയ്തു. ഞങ്ങൾക്ക് ഈ കുട്ടികൾക്ക് തന്നെ ഒരു വലിയൊരു സൗഭാഗ്യമാണ് ഈ ഒരു സ്റ്റേറ്റിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരുടെ മാക്സിമം എഫേർട്ട് എടുത്ത് അവർ ചെയ്തിട്ടുണ്ട്. ശരി, അപ്പോൾ എന്തായാലും ടെൻഷനൊക്കെ ഒഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി ആവേശത്തിൽ എന്താ ഒന്ന് വേളം വയ്ക്കുകയോ പാട്ടുപാടി എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ, ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ. സ്വപ്നം കണ്ട അമ്പിളിക്കലയിൽ ആ വേദിയിലെത്തി അവസാനം ഇവർ മടങ്ങുകയാണ്. ആ പരിശീലനത്തിൻ്റെ എല്ലാ ക്ഷീണവും ഈ പറയുന്ന സമ്മർദ്ദങ്ങളെല്ലാം ഒഴിവായിക്കൊണ്ട് ഇപ്പോൾ മനോഹരമായി അവരുടെ മനോഹരമായ കാഴ്ച അല്ലെങ്കിൽ ആ പ്രകടനം പൂർത്തിയാക്കി നിൽക്കുകയാണ്. സ്കിറ്റ് വേദിയിൽ തുടരുകയാണ്. ബിനു പാമ്പയ്ക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.